வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, எல்லாரும் பார்ட் 1, 2, 3 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. இப்போ நம்ம பார்ட் 4 போயிடலாம். വീട്ടിലെ ഡാറ്റ சொல்லிட വേണ്ടിയതാണ്. ഗുഡ് ഈവനിങ് സർ, വരൂ. ഗുഡ് ഈവനിങ്. എന്താ വേണ്ടത് സർ? ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ജയ്പൂരിൽ നിന്നുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. അനു, എനിക്കൊരു മൊബൈൽ നമ്പർ ഉള്ള കാര്യം മറന്നു അല്ലേ? ഇവിടെ ജോലി കയറിയത് ഞാൻ അറിയണ്ടേ? വിജയൻ സാറിന്റെ മുമ്പിൽ വെറുതെ പോയി ചമ്മി. ഐജിയുടെ ആത്മകഥയൊക്കെ എന്തായി? മാറ്റർ പ്രസിലേക്ക് അയച്ചു കഴിഞ്ഞു. ലാസ്റ്റ് ചാപ്റ്റർ മാറ്റി എഴുതാണ്ടെന്ന് പറഞ്ഞ് എന്നെ വേറെ ഓരോരോ ജോലിക്ക് വിടുക. ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക, വാട്ടർ അതോറിറ്റി പോയി വഴക്കുണ്ടാക്കുക, ടെലിഫോൺ ബില്ല് കൂടിയെന്നും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുക. പക്ഷെ ഇപ്പോ അതിനൊക്കെ വിദഗ്ധമായിട്ട് മുങ്ങാൻ ഞാൻ പഠിച്ചു. പുതിയ സ്റ്റോക്ക് ഒക്കെ പുറത്തേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞോ? ഇല്ല സർ. ഏൽപ്പിച്ച കാര്യങ്ങൾ ആദ്യം ചെയ്യും, വെറുതെ സമയം മെനക്കെടുത്താൻ. ടു ബി വെരി ഫ്രാങ്ക്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് പറ്റിയ ജോലിയാണിതെന്ന് എനിക്ക് തോന്നണില്ല. ജോലി ഉണ്ടാവാന്നുള്ളതല്ലേ പ്രധാനം. അതെന്തായാലും എന്താ? ചെയ്യുന്ന ജോലിക്കൊരു റെസ്പെക്ട് ഒക്കെ കിട്ടണ്ടേ? എനിക്ക് റെസ്പെക്ട് ഒന്നും വേണ്ട, കറക്റ്റായി ശമ്പളം കിട്ടിയാ മതി. പണമാണോ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം? ഞാൻ കുറെ ലോകം കണ്ടിട്ടുള്ളവനാ. അനുവിനേക്കാൾ കുറച്ചോണം കൂടുതൽ ഉണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാ വിനോദ് കുഴയും. എന്നെ അങ്ങനെ വിനോദ് കുഴയും. ചോദിക്കൂ, പറയാം. 1 കിലോ അരിക്കെന്താ വില? 1 കിലോ അരിക്കെന്താ വില? അരിക്കിപ്പോ പോട്ടെ, വെളിച്ചെണ്ണയ്ക്ക് 100 വെളിച്ചെണ്ണയ്ക്ക് എന്ത് കൊടുക്കണം? വെളിച്ചെണ്ണ എണ്ണീട്ടാണോ കൊടുക്കുന്നത്? 100 ഗ്രാം. 100 ഗ്രാം അറിയില്ല. ഉള്ളി, മുളക്, ഉപ്പ്. നമ്മളെപ്പോഴും കേൾക്കാറുള്ളതല്ലേ, കറണ്ട് ചാർജ് വർദ്ധിക്കുന്നു, കുറച്ചില്ലെങ്കിൽ സമരം എന്നൊക്കെ. 1 യൂണിറ്റ് കറണ്ടിന് ഇപ്പൊ എത്രയാ ചാർജ് ചെയ്യുന്നത്? അപ്പൊ സ്വന്തം വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയെപ്പറ്റി ഒന്നും അറിയില്ല. ഇല്ല. അറിയണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേണം അറിവ് തുടങ്ങാൻ. അല്ലാതെ ഇറാഖിൽ അമേരിക്ക എത്ര പട്ടാളക്കാരെ അയച്ചു, ഉത്തരകൊറിയ അണുപരീക്ഷണം നടത്തിയോ, ക്യൂബ ഭരിക്കാൻ കൺമുമ്പിലുള്ള ജീവിതം കാണാതെ എത്ര ഓണം ഉണ്ടിട്ടെന്താ കാര്യം? ഗണപതി റാങ് ടൈമിൽ വരയ്ക്കും ബസ്. സന്ദേഹമേ കിടയാത്, ഇത് കാതലേതാൻ. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ ഗണപതി. ഇത്ര പെട്ടെന്നല്ല സാർ, ഇത് കൊഞ്ച നാളാ നടക്കുന്നത്. അവർ ഡെയിലി കാണുന്നു. 2 നാൾ കാണാതിരിക്കട്ടും, പിന്നെ കാണുമ്പോ അവർ എന്നെ സൊല്ലും തെരിയുമാ. കണ്ണേ, 2 നാളാ ഇമാജിനേഷൻ. കൺമൂടിനാൽ നീ, കൺ തുറന്നാൽ നീ, പൂവിലും നീ, കാറ്റിലും നീ. ബെസ്റ്റ്. അവൾ അതും കേട്ട് ജീവനും കൊണ്ട് ഓടും. ഇല്ലേ, അവളും അതേ മൂടുക്ക് വന്നിടും. എങ്ങനെ? ഉങ്ങളെ പറ്റി നനയ്ക്കുമ്പോതേ എൻ നെഞ്ചം തുടി തുടിക്കത്. കണ്ണേ, கடலில் நான் உன்னிடம் தேடி ஒழுகிட்டே இருக்கு. തമിഴ് വിട്, തമിഴ് വിട്. നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ നല്ല മലയാളത്തിൽ പറ. Me and my manager. ഒന്നുമില്ലാതെ. യങ് മാൻ, പബ്ലിഷേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് ചെക്ക് ചെയ്യാനല്ലേ തന്നോട് ഞാൻ പറഞ്ഞത്? അത് ഒരു 10 മിനിറ്റ്. തല കുത്തിക്കണോ, വീടിന് ചുറ്റും ഓടണോ, തിളച്ചെണ്ണയിൽ കൈ മുക്കണോ, എന്താ വേണ്ടത് സാർ? Do what you love and love what you do. ஒபே பண்ணதுனால விட்டாரு. அவரை வந்து வாலண்டியரா நீ சொல்றது செய்ய மாட்டேன், செய்யறது. അതൊക്കെ പറയാം, നീ പെട്ടെന്ന് ഇങ്ങ് വാ. அந்த பொண்ணு ஓடி போச்சா? எனக்கு என்ன தெரியும். ഇതൊന്ന് നോക്കി, രശ്മിയുടെ മുറിന്ന് കിട്ടിയതാ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോകുന്നു, ഞങ്ങൾ അന്വേഷിക്കരുത്. അയ്യോ, അതാര്? അറിഞ്ഞൂടാ. രാജേട്ടൻ തിരുവനന്തപുരത്ത് പോയതാ ഒരു കോൺഫറൻസിന്. നാളെ കഴിഞ്ഞേ വരൂ. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അളിയനെ വിളിക്കാൻ വരട്ടെ? ആദ്യം നമുക്ക് നോക്കാം. ഒരു പേരോ ഫോട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. മൂത്ത ചേട്ടത്തെ നോക്കുന്നില്ലെന്ന് പറഞ്ഞ ഇങ്ങോട്ട് അയച്ചത്. പറയൂല്ലോ ഈശ്വര. പോലീസിൽ അറിയിച്ച നാട്ടുകാർ മുഴുവൻ അറിയുമല്ലേ? ചേച്ചി ഒന്ന് ബഹളം കൂട്ടാതിരിക്കെ.
ഞാൻ അവളുടെ കോളേജ് വരെ ഒന്ന് പോയി നോക്കിയാലോ? ഒരു പയ്യനെടുക്കട അവളുടെ പുറകെ സൈക്കിളിൽ കറങ്ങണ ഞാൻ കണ്ടിട്ടുണ്ട്. അനന്തേട്ടാ, ആ. ഇവിടുന്ന് ദൂരേക്ക് പോകുന്ന ബസ്സുകൾ, ട്രെയിനുകൾ അതേതൊക്കെയെന്ന് പെട്ടെന്ന് അറിയണം. ട്രെയിനൊക്കെ ഇനി വൈകുന്നേരമേ ഉള്ളൂ. 10 മണിക്ക് ബാംഗ്ലൂർക്ക് ഒരു ബസ് ഉണ്ട്. അതും ഇപ്പൊ വിട്ട് കഴിഞ്ഞാണു. സോറി സോറി குடிச்சு போய் மடக்க போறீங்களோ? ഹലോ, വണ്ടി சொல்லி பண்ணிக்கலாம். വണ്ടി നിർത്തുന്നേ. எப்ப இப்படி எல்லாம் போய் நம்ம ஊர்ல இருக்க போற ஹைவே பஸ் எல்லாம் மடக்க முடியாது. என்ன பண்ணலாம்? புலிஸ் போயிட்டு இருப்பானுங்கல்ல. அதெல்லாம் சொல்லி நிப்பாட்டலாம். டிரைவர் நிப்பாட்டுவாங்க. நைஸ் வே ஆஃப் ஹேண்ட்லிங் திங்ஸ். நக்கல் பிடிச்ச மாதிரி பாப்பார்ல அதே மாதிரி பாக்குறாரு. ചായ കുടിക്കേ? நல்ல அவங்க அப்பா இல்ல. കുറ്റം പറയില്ല. ഈ പ്രായത്തില് ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷേ കളിയും തമാശയും ത്രില്ലും ഒക്കെ കഴിഞ്ഞ് ജീവിതത്തെ നേരിടണ്ടേ? അതിനുള്ള പക്വത ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കായിട്ടില്ല. ഒരു കുടുംബത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിണ്ടാവില്ല. பாரு. 1 കിലോ അരിക്ക് ഇപ്പൊ എന്താണ് വില? ഇവർക്കേ தெரியாது. പോട്ടെ, 100 ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് എന്ത് കൊടുക്കണം? വെളിച്ചെണ്ണക്ക് ഇപ്പം കിഷോർ പറയട്ടെ. അറിയില്ല. ഉള്ളി, മുളക്, ഉപ്പ് ഒക്കെ പോട്ടെ. 1 യൂണിറ്റ് കറണ്ടിന് ഇപ്പൊ എത്ര ചാർജ് ചെയ്യുന്നേ? നമ്മൾ എന്നും വില എന്താണെന്ന് പോലും രണ്ടുപേർക്ക് അറിയില്ല. 1 കിലോയ്ക്ക് 13 രൂപ, ഉള്ളിക്ക് 13 രൂപ, മുളകിന് 80 രൂപ, കല്ലുപ്പിന് 3 രൂപ, അത് പാക്കറ്റ് ആണെങ്കിൽ 5 രൂപ, 100 ഗ്രാം വെളിച്ചെണ്ണ, 1 യൂണിറ്റ് കറണ്ടിന് 2 രൂപ 50 പൈസ. സ്ലാബ് റേറ്റ് ഇല്ല. എത്ര പട്ടാളക്കാരെ ഇറക്കി? നോർത്ത് കൊറിയ അണുപരീക്ഷണം നടത്തിയോ? ഫിഡൽ കാസ്ട്രോ ക്യൂബയുടെ പ്രസിഡന്റായിട്ട് കൊല്ലത്രേ? ഇതൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. കൺമുമ്പിലുള്ള ജീവിതം കാണാതെ നമ്മൾ എത്ര ഓണം കൊണ്ടിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നിങ്ങളിപ്പം നല്ല വാശോടെ പഠിക്കുക. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയി ഒരു കുടുംബം പോറ്റാനുള്ള പ്രാപ്തിയാവുമ്പോ അന്നും ഈ റൊമാൻസ് ഇതുപോലെ തന്നെ ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. കിഷോറിനെ കൊണ്ട് വീട്ടിലോട്. പിന്നെ നമ്മൾ ഈ കാണുന്നവരല്ലാതെ ഈ കാര്യം വേറൊരു കുഞ്ഞു പോലും അറിയരുത്. ചേച്ചി അളിയനോട് മിണ്ടിയേക്കരുത്. അനന്തേട്ടാ, എന്നെ അങ്ങോട്ട് കൊന്നോളൂ. എന്നാലും ഞാനിത് മിണ്ടൂല. ആ ലക്ഷ്മി അകത്ത് പോകും. എന്നാ പോവല്ലേ? ജീവിതം കുറച്ചൊക്കെ ഞാനും പഠിച്ചു തുടങ്ങി ചേച്ചി. പിള്ളേര് ശപിച്ചിട്ടുണ്ടാവല്ലേ? പിന്നെ രണ്ടിനും കൂടി വിടണമായിരുന്നോ? ഇതൊക്കെ വെറും ഫാസിനേഷൻ ആണെന്നേ. മിക്കവാറും കോഴ്സ് തീരുന്നോടെ അതും തീരും. പണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോ എന്റെ കൂട്ടുകാരന് ഒരു പ്രണയം ഉണ്ടായിരുന്നു. രണ്ടും കൂടി ഒറ്റക്കൊമ്പിൽ തൂങ്ങാവുന്ന അത്ര കൂറ്റം പ്രേമം. ഏതോ ഒരു തിരക്കിനിടയിലെ അവളുടെ ബർത്ത്ഡേ അവൻ മറന്നുപോയി. ആരൊറ്റ കാരണത്തമ്മേ തുടങ്ങി പരിഭവം, പരാതി, പിണക്കം, വഴക്ക്. എന്തിനു പറയണു? 3 ആഴ്ച. പ്രണയം പൊട്ടിയെന്ന് മാത്രമല്ല, അവന്റെ കരണത്തിട്ട് അവളൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. എന്താ ഇവിടെ? ഹേയ് ഒന്നുമില്ല, ഞങ്ങള് പഴയ തമാശകളൊക്കെ ഇങ്ങനെ വെറുതെ. തമാശ പറയാനല്ല, ജോലി ചെയ്യാനാ ഞാൻ നമുക്ക് ശമ്പളം കൊടുക്കുന്നത്. സാറ് സ്റ്റാഫിനോട് അല്പം കൂടി മര്യാദയോടെ പെരുമാറിക്കൂടെ? എന്റെ ശമ്പളം പറ്റുന്നവരോട് എനിക്ക് തോന്നിയത് പോലെ ഞാൻ പെരുമാറും. താൻ ആരാ ചോദിക്കാൻ? കൈ നീട്ടിട്ടാரு വേള പോച്ചാ. ഹലോ, എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കാതിരിക്കോ? ഞാൻ കാരണം അനുപമയുടെ ജോലി പോയില്ലേ? ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് പറ്റിയ ജോലിയല്ലാന്നല്ലേ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്? അതെ, പക്ഷേ ഒരു വരുമാനം മുടങ്ങില്ലേ? സാരമില്ലാന്നേ, ഈ ജോലി ഇല്ലെങ്കിൽ വേറൊരു ജോലി. പിന്നെ ജോലി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കല്ലേ, തോന്നുമ്പോ പോയി എടുക്കാൻ. നോക്കൂ വിനോദ്, തോക്കാൻ തയ്യാറായ നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കും. പോസിറ്റീവായി ചിന്തിക്കണം. വേണ്ടാത്ത ഈഗോ ഒക്കെ മാറ്റിവെച്ച് അധ്വാനിക്കാൻ തയ്യാറായാൽ വഴികൾക്ക് താനേ തെളിയും. കാണണോ? കാണണം. என்னது இங்க போய் பிச்சுக்கிட்டு இருக்காங்கடா. அதானே தக்காளி மாதிரி இருக்கு இல்லையா? இல்ல இல்ல, அவக்காடோ மாம்பிஞ்சு ஊர்கா. எங்க வேலைக்கு போறாலும் இவரு போய் பார்க்க போயிடுறாருப்பா. பாஸ் நீங்க வேலைக்கு போங்க. അയ്യോ, ആരെയും കാണാനല്ല, ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. വരട്ടെ. വണക്കം. வணக்கம். വാസ്തവം പറഞ്ഞ വിജയൻ സാറിന്റെ മോളാണ് ഇപ്പൊ എന്റെ ഗുരു. ഞാനൊക്കെ ഒരു നിസ്സാര കാര്യത്തിന് പെട്ടെന്ന് ഡെസ്പാവും. ഇത് അൺബിലീവബിൾ. ഏത് ചാരത്തിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരും. ജീവിതം ചാരമാവാൻ പോകുന്നു തോന്നുമ്പോ ആരും അങ്ങനെ ആയി പോകും. ജീവിതത്തിന് ഒരു കുഴപ്പം പറ്റില്ല.
ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ സ്മാർട്ടായിപ്പോ സാറ്. പിന്നെ ഗുരുവാണെന്ന് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാ മാത്രം പോരാ, ദക്ഷിണ വേണം. ദക്ഷിണ എപ്പോഴേ റെഡി. ദേ പിന്നെ വേറൊരു കാര്യം, അച്ഛനും മോളെന്നെ തിന്നാൻ വരരുത്. എന്റെ സ്വന്തം നിലയ്ക്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. എന്തിന്? വിജയൻ സാറിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് സ്വന്തം കുടുംബത്തിന് പോയിട്ടല്ലോ, അത് സർക്കാർ മനസ്സിലാക്കണ്ടേ? കത്ത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ 1-ാം നമ്പർ സ്റ്റേറ്റുകാർ ഈ വീട്ടുമുറ്റത്തെത്തും. நினைக்கிறாங்க போல எல்லாம். നടക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല. ഇപ്പൊ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എന്റെ മക്കളെ അധികം ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് പോവുക. ഇവളെ ഒരു എഞ്ചിനീയറായി കാണാൻ പറ്റാത്ത വിഷമം അപ്പോഴും ബാക്കി. കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്. തിരി കഞ്ഞി കുടിക്കുന്നോ? വേണ്ട, ഇന്ന് ഐജിയുടെ വക സെൻഡ് ഓഫ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള വരവാ. സാർ കഴിച്ചോളൂ, ഞാൻ പിന്നെ വരാം. ഇത് അനുപമയ്ക്കുള്ളതാ. എന്താ ഇത്? നേരത്തെ പറഞ്ഞില്ലേ ഗുരുദക്ഷിണ. ഐജിയുടെ അവിടുത്തെ ജോലി തീർന്നപ്പോ ശമ്പളം മുഴുവൻ ഒരുമിച്ച് തന്നു. വിജയൻ സാറിന് ഓപ്പറേഷൻ വേണ്ടി വരാണെങ്കിൽ കാശ് ഒരുപാട് വേണ്ടേ? ജീവിതത്തിൽ ഒരു പാഠം വിനോദ് പഠിക്കാനുണ്ട്. സ്നേഹത്തെ പണവുമായി കൂട്ടിയിണക്കരുത്, രണ്ടും നഷ്ടാവും. എനിക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് മതി. இன்ட்ரெஸ்டிங். ஏய் புடிங்கடா வர. ഇത് ശരിയില്ല. നിന്നെ ഞാനൊന്ന് കാണട്ടെ. അപ്പൊ നീയാണ് പുള്ളി. കേട്ടിരുന്നു അനുപമയുടെ പുറകെ ഇങ്ങനെ ഒരുത്തം കൂടിയിട്ടുണ്ടെന്ന്. കാണാൻ പറ്റിയിട്ടില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഏയ്, ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ. ഓ, ഇതുപോലെ കൊറേ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുള്ളതാണ് ഞാൻ. உங்களை மாதிரி നിനക്കൊരു உட்கார. വ്യത്യാസമുണ്ട്. ഒരുമാതിരി സെന്റിമെന്റൽ അപ്രോച്ചാ. അതാകുമ്പോ തന്തയും തള്ളയടക്കം മൊത്തം ഫാമിലിയെ കയ്യിലെടുക്കാമല്ലോ. കാര്യമൊക്കെ ശരി, പക്ഷെ അത് ചെലവാകേണ്ടത് മാത്രം എടുത്താൽ മതി. നീ മാത്രം എടുക്കൻ, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാര്. അങ്ങനെ ஓ വിചാരിക്കരുത്. ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങൾ വേറെ ഉണ്ട്. വേറെ ആളുകളാരെയും പകൽ വെളിച്ചത്ത് കാണാറില്ലല്ലോ. പകൽ വെളിച്ചത്തിലാണോ പാതിരാക്കാണോ ഒന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ദേ, ഇവിടെ കിടന്നുള്ള ഈ നിരങ്ങലുണ്ടല്ലോ, ഇന്നത്തോടെ നിർത്തിക്കോണം. ഇവരിത് അതാ சொல்லணும். കഥാപാത്രങ്ങള് അതിലൊന്ന് എന്റെ കൊച്ചിന്റെ തള്ളയാ. എന്താ 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 എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരും. അനുപമയുടെ പിന്നാലെ നടക്കണമെന്ന് തോന്നിയാൽ നടക്കുകയും ചെയ്യും. അപ്പൊ എന്റെ കൈയുടെ ചൂട് നീ അറിയും. എന്നാ പിന്നെ അത് വഹിക്കണ്ട, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. രായപ്പനെ നീ വെല്ലുവിളിക്കുന്നോടാ. നിങ്ങൾ വിചാരിച്ചത് നേരാ, എനിക്ക് ഇവിടെ ഇഷ്ടാ. എന്ന് വെച്ച് നിങ്ങളെപ്പോലെ ഒളിച്ചും പാത്തും വന്ന് കൊച്ചുങ്ങളെ സമ്മാനിച്ചിട്ട് പോവില്ല. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നല്ല അന്തസ്സായിട്ട് താലിയെട്ടി കൂടെ കൊണ്ടേ താമസിപ്പിക്കും പ്രൊപ്പോസലാ? ജീവിതകാലം മുഴുവൻ. കാണണോ? ഇൻഡയറക്റ്റ് പ്രൊപ്പോസൽ. ഒരു വാശിക്കോ വാദിച്ചു ജയിക്കാനോ വേണ്ടി പറഞ്ഞല്ല, എനിക്ക് തന്നെ ഇഷ്ടമാണ്, സത്യമായിട്ടും ഇഷ്ടമാണ്. ഓക്കേ. വിനു വന്നു. അപ്പാവാ? സ്വന്തമൊന്നുമല്ല, നമ്മുടെ ഒരു വാച്ച്മാൻ ഉണ്ട്, അയാളുടെ വർക്ക്ഷോപ്പിലെ. നീ എന്താടാ ഇത്ര വൈകിയത്? അച്ഛൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ? എനിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. എന്തായാലും ചീത്തപ്പേരൊന്നും ഉണ്ടാക്കാതെ ഒരു ജോലിയെങ്കിലും ചെയ്തു തീർത്തല്ലോ. ചീത്തപ്പേര് ഇവനാ ഐജിക്ക് കൈവശം കൊടുത്തെന്നാ തോന്നുന്നു. അയാൾ എന്നെ വിളിച്ചിരുന്നു, നിന്നെപ്പറ്റി ഭയങ്കര അഭിപ്രായം. ഞാൻ പറഞ്ഞില്ലേ, അവന് നല്ല കാര്യപ്രാപ്തിയും വിവരവും ഒക്കെ ഉണ്ട്. അവസരം വരുമ്പോഴല്ലേ അത് തെളിയിക്കാൻ പറ്റൂ. നീ ഇങ്ങോട്ട് തോന്നേ. പ്രശ്നങ്ങളെല്ലാം ഒരുവിധം ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നീ വാഴ നട്ടാലും റബ്ബർ വെച്ചാലും ആരും വന്ന് തടയില്ല. ക്ഷണൊക്കെ ഷാജിയെ കണ്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ ചെന്നാവൊന്നും മറക്കരുതെന്ന് മാത്രം. ഇനി ഒന്നും പേടിക്കണ്ട, ഏത് നടുക്കടലിൽ കൊണ്ട് നിന്നിട്ടാലും ഇയാള് ജീവിച്ചോളൂ. നാളെ രാവിലെ തന്നെ നമുക്ക് പോകാം. എനിക്ക് പെട്ടെന്നങ്ങനെ വരാൻ പറ്റില്ല. അതെന്താ, ഐജിയുടെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? അതല്ല, ഇവിടെ വേറെ ചില കാര്യങ്ങളുണ്ട്. വേറെന്തോന്ന് കാര്യങ്ങള്? നാളെ എന്തായാലും ഞാനില്ല, അച്ഛൻ പൊക്കോളൂ. കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാനവിടെ വന്നേക്കാം. ചേച്ചിയുടെ അളിയന്റെയും കൂടെ കുറച്ചു ദിവസം പോയി നിൽക്കാൻ പറഞ്ഞപ്പോ അവൻ എന്തൊരു വിഷമായിരുന്നോ. ഇപ്പൊ ഇവിടുന്ന് പോണമെന്നില്ലാണ്ടായി. ഗണപതി പറഞ്ഞപ്പോ ഞാൻ മുഴുവൻ അങ്ങോട്ട് വിശ്വസിച്ചില്ല. നന്നായി, അവള് നല്ല കുട്ടിയാ. പണ്ട് എന്റെ സിസിരിമോളുടെ കയ്യും പിടിച്ച് എപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു. രാത്രിയിലേക്ക് വെച്ചതാ. ഇതറിഞ്ഞ സന്തോഷത്തിന് ഞാൻ ഇതിന്ന് കുറച്ചടിക്കും. ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. വിജയൻ സാറിനോട് ഇതെങ്ങനെ പറയൂന്ന? അങ്ങോർക്ക് സന്തോഷാവും. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ആളാ വിജയൻ സാർ. ഒരു മോളെ ഡോക്ടറാക്കണം, മറ്റവളെ എഞ്ചിനീയർ ആക്കണം. ഒന്നും നടന്നില്ല. അതെങ്ങനെയാ? മോളിലിരുന്ന് ഒരാള് കമ്പ്യൂട്ടർ കുത്തി കളിക്കല്ലേ. വിജയൻ സാറിന്റെ വീട്ടിലേക്ക് ഒരു ഇടുത്തി വീഴട്ടെ, വീണു. തങ്കച്ചനും ഭാര്യയും മോളും അവരങ്ങനെ സൂഹിക്കണ്ട. ഒരു ബട്ടൺ അമർത്തുന്നു, നമ്മുടെ എല്ലാ സമാധാനവും സന്തോഷവും അതോടെ ക്ലോസ്. തങ്കച്ചൻ ചേട്ടന്റെ സന്തോഷത്തിന് എന്താ കുഴപ്പം? ആകെ ഉണ്ടായിരുന്ന മോള് പോയ ഒരു വിഷമം ഉണ്ടാവില്ലേ? അവള് പോയത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാനല്ലേ. അത് ഞാൻ പറഞ്ഞുണ്ടാക്കിയ കഥ. ഈ അണക്കെട്ടിനും
ഈ വെള്ളത്തിനും ഈ കാണുന്ന കാടിനും ഒക്കെ സത്യം അറിയാം. ആരും ഇല്ലാത്തപ്പോ മനസ്സിൽ തോന്നുന്ന മുഴുവൻ ഞാൻ ഇവരോട് പറയാറുണ്ട്. ചിലപ്പോ വന്നിരുന്ന് കരയാറുണ്ട്. ഭ്രാന്തല്ല കേട്ടോ, ഫിറ്റായിട്ടും അല്ല. എന്റെ മോൾ ഇനി വരില്ല. നീ പറഞ്ഞതുപോലെ വല്യമ്മച്ചി വല്യപ്പച്ചാന്ന് വിളിച്ച് അവളുടെ മക്കളും വരില്ല. അവൾ ഈ ലോകത്തേന്ന് പോയടാ. ഗുജറാത്തിൽ നഴ്സിംഗ് പഠിക്കാൻ പോയതല്ലേ. ചെന്ന് പെട്ടത് കുഴപ്പം പിടിച്ചൊരു കൂട്ടത്തില. ചതിയായിരുന്നു. 3 കൊല്ലത്തെ പഠിപ്പ്, അത് കഴിഞ്ഞ വിദേശത്ത് ജോലി എന്നൊക്കെ കേട്ടപ്പോ എന്റെ മോൾക്കൊരു മോഹം തോന്നിയതാ. ഒരു ദിവസം അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ. ഭാഗ്യത്തിന് അന്വേഷിക്കാൻ ഞാൻ ഒറ്റയ്ക്കാ പോയത്. കണ്ടു, മോർച്ചറിയിൽ അപ്പച്ചന്റെ വരവും കാത്ത് തണുത്ത് മരവിച്ചങ്ങനെ കിടക്കണു. കൊന്നതാ. അതിന്റെ വിത്തും വേരും തേടി പോണ്ടാന്ന് അവിടെയുള്ള മലയാളികൾ പറഞ്ഞു. തിരിച്ചു പോരുമ്പോ ഞാൻ ഓർത്തു, എന്തിനാ ശോശാമിത അറിയണേ? പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന മോള. അവൾക്ക് ഇപ്പൊ ആ സങ്കടം ഈ നെഞ്ചിനകത്ത് മാത്രമേ ഉള്ളൂ. അത് മതി. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വേദനിക്കാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഡാ എന്നെ മുതലാളിന്ന് വിളിക്കാൻ പാടില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്ത് വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത്? അച്ഛനാ, കൊച്ചച്ഛൻ. പറയടാ. അപ്പച്ചൻ. എന്തെന്ന്? നിക്കാൻ പറഞ്ഞ നിനക്ക് കിട്ടൂട്ട കയ്യിൽ. വയസ്സുകാലത്തിട്ട് എന്നെ ഓടിക്കല്ലേ ചെറുക്കൻ. അവിടെ നിക്കടാ. കണ്ട അവന്റെ പോക്ക് കണ്ട അവന്റെ. പിടിക്കണവനെ. അകത്തൊന്നും സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? വീടില്ലേ? ലൊക്കേഷൻ എന്താ നിനക്ക്? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനും കുറച്ച് ദിവസമായി ചേച്ചിയോട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിക്കണു. എന്താടാ? നിങ്ങളൊക്കെ എന്നെ പറ്റി പറഞ്ഞിരുന്നതും വിചാരിച്ചൊക്കെ നേരാ. ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ വളർന്നുകൊണ്ടാവണം. ജീവിതം എനിക്കൊരു തമാശ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കുറേ പേരുടെ അനുഭവങ്ങൾ നേരിട്ട് കണ്ടപ്പോ തെളിച്ചു പറ, എന്താ നിന്റെ മനസ്സില്? ചേച്ചി എനിക്ക് അമ്മയും കൂടിയാണ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണം, ശരിയാണെങ്കിൽ എന്നോടൊപ്പം നിൽക്കണം. എനിക്കിഷ്ടം തോന്നിയൊരു പെൺകുട്ടിയുണ്ട്. ചേച്ചി അവളെ കാണണം, അവളുടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കണം. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവളുടെ അച്ഛനോട് പറയണം. அப்படி மட்டும் பண்ணிடாதீங்கடா. சிஎம் சாருக்கு லெட்டர் போயிடுச்சு போல. சிஎம் வந்திருக்காரு போல. இருக்கலாமோ தெரியலையே. ஆம்புலன்ஸ்ல வந்திருக்கா? അച്ഛൻ പോയി. കുറച്ച് കാപ്പി കുടിക്ക് ചേച്ചി. ചേച്ചി ഒരു തുള്ളി വെള്ളം കുടിക്കുന്നില്ല. എന്താ അമ്മ ഇത്? അമ്മയല്ലേ ഞങ്ങക്ക് ധൈര്യം തരേണ്ടത്. എഴുന്നേക്ക്, കുടിക്കമ്മേ. ഞാൻ കൊടുത്തോളാം. കുറച്ചു നേരം കൂടി എനിക്കറിയാണ്ട് പിടിച്ചു നിൽക്കണം. ഞാൻ സമ്മതിക്കില്ല. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കേണ്ടി വരിക. അതിന് നീ ആയിട്ടില്ല വിനു. നിന്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ബുദ്ധി തെളിഞ്ഞിട്ടുണ്ടാവുന്ന. ഇതാണോ നീ ഇത്രയും കാലം കൊണ്ട് പഠിച്ചത്? നമ്മുടെ അച്ഛനെ പറ്റി നീ ആലോചിച്ചോ? നിന്റെ ഭാവിയെ പറ്റി നീ ആലോചിച്ചോ? ഇതൊക്കെ ഒരു ആവേശത്തിന്റെ പുറത്ത് തോന്നുക. നീ തൽക്കാലം നാട്ടിലേക്ക് തിരിച്ചു പോ. കുറച്ചു ദിവസം ഇതൊന്നും ഓർക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവും. കണ്ണകന്ന മനസ്സകന്നു എന്നാ പറയുക. മറക്കാൻ നിനക്ക് പറ്റും. അല്ലെങ്കിൽ തന്നെ എന്ത് ധൈര്യത്തിലാ നിനക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത്? ഒരു ജോലിയില്ല, സ്വന്തമായ ഒരു സമ്പാദ്യമില്ല. ആ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോഴുള്ള സിമ്പതിയാണ് നിന്റെ മനസ്സിൽ. എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ലാതെ ഇതിന്റെ പേരിൽ ജീവിതം ഹോമിക്കുക എന്നൊക്കെ പറയുന്നത് മണ്ടത്തരമാണ്. ഇപ്പൊ നിനക്ക് ഒരാളുണ്ടാവില്ല കൂടെ, അറിയോ? ആരും വേണ്ട. ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുകയില്ല. കളിച്ച് നടന്നിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ ഞാൻ കളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അന്നത്തെ ചിന്തകളല്ല ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. എനിക്ക് ശരിയെന്ന് തോന്നണത് ഞാൻ ചെയ്യും. ഇന്നോ നാളെയോ ഞാൻ നാട്ടിലേക്ക് പോകും. ആദ്യം ഒരു ജോലി, ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റണം. അതായിക്കഴിഞ്ഞാൽ ഞാൻ വരും. അന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ അനുപമയും വേണം. വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞല്ലേ? തമാശയല്ലനു, ഒന്നും ആലോചിക്കാതെയല്ല. അനുവിൻ്റെ അമ്മയെ കണ്ട് സംസാരിക്കണം. വീട്ടിൽ ചെന്ന് അച്ഛനോടും പറയും. ഇനി അവരെ എതിർത്താലും എൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാവില്ല. എന്താ ഒന്നും മിണ്ടാത്ത? അനുവിന് ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ല, ഒരാളെ ഇഷ്ടാവുക, അയാളോടൊപ്പം ജീവിക്കാൻ തുടങ്ങുക,
ഇതെല്ലാം വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, ആർക്കും ചെയ്യാവുന്നത്. ഞാനിപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലല്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ പോയത്. അമ്മയ്ക്കും ചേച്ചിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, സർക്കാരിനുള്ള അപേക്ഷാ ഫോമാ. സർവീസിലിരുന്ന് മരിച്ചു പോയതുകൊണ്ട് അച്ഛന്റെ കെയർ ഓഫിൽ എനിക്കൊരു ജോലി കിട്ടിയേക്കും. കടങ്ങളെല്ലാം വീട്ടണം. വിഷമമായോ? വിനോദിനെ എനിക്കിഷ്ടമാണ്. വിനോദ് പറഞ്ഞൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സിലായി, അനു പറയുന്നവും ശരി. ആവും നല്ല ആണ്. കൂടെ ജീവിച്ചു തുടങ്ങുമ്പോ വിനോദിന് ഞാനൊരു ബാധ്യതയാവാൻ പാടില്ലല്ലോ. ஓகே You need some time? அவ்வளோதான். நான் கூட நோவு சொல்கிறாங்களோ நினச்சேன். ആ വന്നല്ലോ. ദാ ഈ ഫോമിൽ ഒന്ന് സൈൻ ചെയ്തേ. എന്താ ഇത്? ഡൈൻ ഹാർനസിനുള്ള ആപ്ലിക്കേഷനാ. മക്കള് നിങ്ങൾ രണ്ടുപേരായത് നന്നായി. ഇല്ലെങ്കിൽ ഇത് മതി കുടുംബം കലങ്ങാൻ. സർക്കാർ ജോലിയല്ലേ. എനിക്ക് വേണം എന്ന് ഓരോരുത്തർ വന്നാല് എന്നായി. എന്റെ അമ്മേ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഫോമും പേപ്പേഴ്സും ഒക്കെ എന്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്തോളാം. അങ്ങനെ വെറുതെ ഒരു അപേക്ഷ കൊടുത്താനായില്ല, ഫോളോ അപ്പ് വേണം. അല്ലെങ്കിൽ ചോപ്പ് നാട കുടുങ്ങി ആവട്ടെ കിടക്കും. ഇതിപ്പോ തിരുവനന്തപുരത്ത് എന്റെ കുറെ ആൾക്കാരുണ്ട്, യൂണിയൻ ബന്ധമാ. അവിടെ നോക്കിക്കോളും. ദാ ചേച്ചിക്ക് ജോലി കിട്ടുന്നതിൽ വിരോധമില്ലെന്നുള്ള NOC. ചേച്ചിക്കോ? അവളാണല്ലോ മൂത്തത്. പക്ഷേ അനുപമയ്ക്കാണെങ്കിലല്ലേ ഏതെങ്കിലും നല്ലൊരു പോസ്റ്റിന് സ്കോപ്പ് ഉള്ളൂ. SSLC പാസ്സാവാത്തവർക്ക് ഒരു പ്യൂണിനപ്പുറത്തേക്ക് അടക്കാൻ പറ്റില്ല. സർവീസ് ഒന്ന് കയറി കിട്ടിയാ പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നേ. ക്ലാസ് 4 ജീവനക്കാർക്കൊക്കെ വരുന്ന സ്കെയിലാന്നറിയോ? അമ്മേ, അനു ആ ജോലിക്കുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ അനു മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ ഇത്. അല്ലെങ്കിൽ തന്നെ ഇയാളെന്തിനാ ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഇടപെടുന്നത്? അച്ഛനെ പോയിട്ടുള്ളൂ, കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ആളില്ലാതായിട്ടൊന്നുമില്ല. തർക്കിക്കാൻ വേണ്ടി പറയുന്നല്ല. അനുവിനാണെങ്കിൽ ഇപ്പൊ തന്നെ ഏതെങ്കിലും നല്ലൊരു സെക്ഷനിൽ കയറാം. സർവീസ് ടെസ്റ്റ് എഴുതിയ സർക്കാർ കാര്യമൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ അവിടെ കൈലൂത്താൻ തുടങ്ങിട്ടെ 4 വരെയായി. അപമാനം കുറ്റപ്പെടുത്തലൊക്കെ കുറെ സഹിച്ചതാ ഞാൻ. അച്ഛന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിച്ചിട്ടുള്ളതും എന്നെ ഓർത്തിട്ടാ. എങ്ങനെയെങ്കിലും എനിക്കൊരു സന്തോഷം ഉണ്ടാവട്ടെ എന്ന് അച്ഛന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാവും. പുറമേ നിന്നൊരാളുടെ അഭിപ്രായം ഞങ്ങൾക്ക് കേൾക്കണ്ട. அவங்க ஸ்டார்டிங்ல இருந்தே அவங்களோட ஒரு லைஃப் സെൽഫിഷ്. മോളെ, അവളൊരു ഭാഗ്യം കെട്ടോള. നമുക്ക് ഇതല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റൂ. മോളെ എതിരൊന്നും പറയണ്ട. கஷ்டப்படுறது வீங்க தான், விட்டு கொடுத்து போறது வீங்க தானா? അമ്മയുടെ പൊന്നുമോനെവിടെ? മുട്ടി 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 മുട്ടി. ചേച്ചി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ? രാജപ്പൻ ഇനി നാട്ടിലേക്ക് പോകുന്നില്ല അത്രേ. അവിടെ എല്ലാരും അമ്പിളിയുമായുള്ള ബന്ധം അറിഞ്ഞു. അവരിപ്പോ ഡൈവോഴ്സിന് ശ്രമിക്കുകയാണെന്ന്. ടൗണിലൊരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് മാറാന്നാ അവൻ പറയുന്നേ. അമ്പിളിക്ക് അവിടെ താലൂക്ക് ഓഫീസിൽ ജോലി കിട്ടും അത്രേ. അമ്മ സമ്മതിച്ചോ ഇവിടുന്ന് മാറാന്ന്? അതല്ലേ നല്ലത്. ഈ വീടും പറമ്പും വിറ്റ ബാങ്കിന്റെ കടം കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടാവുമെന്ന രാജപ്പൻ പറയുന്നേ. അവൻ വിചാരിച്ചാൽ നിനക്കും ഒരു ജോലി കിട്ടാൻ പ്രയാസം ഉണ്ടാവില്ല. എന്നെ ഓർത്ത് നിങ്ങൾ ആരും പ്രയാസപ്പെടേണ്ട. ഇഷ്ടമുള്ളിടത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പോകാം. പക്ഷെ ഞാൻ വരില്ല. ഒറ്റയ്ക്കാലും സാരയില്ല, ഞാനിവിടെ കഴിഞ്ഞോളാം. ഇവിടെ ആകുമ്പോ അച്ഛൻ്റെ ഓർമ്മകളുണ്ട്, അത് മതി എനിക്ക്. ആ കൈയൊന്ന് കിട്ടി. ഇത് 1.5 പവന്റെ മാല. കണ്ടുപിടിച്ചാ 350 രൂപ. ഞാൻ എടുത്തതല്ലെങ്കിലും നമ്മൾ തമ്മിൽ ആദ്യം പരിചയപ്പെട്ടതിന്റെ ഒരു കടമാണിത്. ഇനി ഇതിനുള്ള പേപ്പേഴ്സിലൊക്കെ ഒന്ന് സൈൻ ചെയ്യണം. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം. എന്തിന്? ഞാൻ യൂണിവേഴ്സിറ്റി പോയിരുന്നു. അനുവിന്റെ പഠിത്തം തുടരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. എഞ്ചിനീയർ ആവണ്ടേ നമുക്ക്? അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. ഞാനുണ്ട് കൂടെ ഇനിയുള്ള കാലം മുഴുവൻ. ഒരു വേല கிடைச்சிருச்சா இல்லையா? அவனுக்கு கோம் பிரச்சனை. மழை அவங்க அப்பாவோட அந்த 2 இலை നൈസ്. ഇത് ബീജിയം മഴ പെയ്യുന്ന കണ്ടോ? അച്ഛൻ നമ്മളെ അനുഗ്രഹിക്കുന്ന. நான் ஒரு சினிமேட்டிக் ஷாட்டா வச்சிட்டு இருக்கேன் கிளைமேக்ஸ்ல. பக்கத்துல கணபதியை கூட வந்தது. ஓகே, மோர் லைக் இன்னசென்ட்டுக்கு பையன் மாதிரி. അണ്ണാ, എനിക്കൊരു ചിന്ന സംശയം. എന്താണ്? ഇനി ഒരുപാട് ചെലവില്ലേ? ചേച്ചിയുടെ ഫീസ്, ഹോസ്റ്റലിലെ താമസം, ഇതിനൊക്കെ കാശ് എവിടുന്നാ? അധ്വാനിക്കൂടാ. ഇപ്പൊ മനസ്സിനൊരു ലക്ഷ്യം ഉണ്ടല്ലോ. കറക്റ്റ്. ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് അധ്വാനിക്കും. നീ അധ്വാനിക്കണ്ട, നിന്നെ സ്കൂളിൽ ചേർക്കാൻ പോവാ. എനിക്ക് പഠിക്കണ്ട. നീ പഠിക്കണം. ഞാൻ പഠിക്കൂല. നീ പഠിക്കും. എനിക്ക് പഠിക്കണ്ടെന്ന്. നീ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ?
நைஸ். என்ன எழுதியிருக்கு? ஜேர்னி ஆஃப் லைஃப் பிகின்ஸ் வித் நியூ மீனிங். ஆர் பர்பஸ். ஓகே. ஓகே. ஆக்சுவலி நம்ம பார்த்த திலீபேட்டன் மூவிலேயே ரொம்ப காமான கிளைமேக்ஸ். நானா தான் நினைச்சேன். எப்பவுமே கேவட்டிக்காக தான் ஒரு படம் முடியும். இது கிளைமேக்ஸ் இவ்வளோ ஸ்மூத்தாக போதே ஒரு படம் அப்படிங்கிற மாதிரி இருந்துச்சு. நிறைய லைஃப் லெசன்ஸ் வந்து சொல்லியிருந்தாங்க. நிறைய ஏகப்பட்டது சின்ன சின்ன விஷயங்கள் எல்லாமே வந்து பயங்கரமான லைஃப் லெசன்ஸ். ஸ்டார்டிங் ஆக்சுவலி ஃபர்ஸ்ட் ஹாஃப் ஃபுல்லாகவே வந்து பயங்கர ஃபன், ஏகப்பட்ட ஃபன்னாக போச்சு. ஆக்சுவலி அதில் வந்து அக்கா ஹஸ்பண்ட் மச்சான் இருக்காங்கல்ல. ஸோ எனக்கு வந்து மைண்டில் ஓடிட்டே இருந்துச்சு, என்னடா இது நம்ம கதை மாதிரி இருக்கு அப்படின்னு. சும்மா அக்காவுக்குமே மைண்டில் தோணி இருக்கு. அப்புறம் நடுவில் படம் பார்க்குறதா சொல்லலாம். ஸோ அதை வேற மைண்டில் வச்சுட்டே பார்க்கவும் எனக்கு வந்து ஃபர்ஸ்ட் ஹாஃப்லாம் எது பண்ணாலும் திருப்பி வருது. ஏன்னா எங்களுக்குள்ள நான் நடந்த விஷயங்கள்லாம் இருக்கும்ல, அது கூட கோரிலேட் பண்ணி பண்ணுறது. அவர் வந்து சின்ன வயசுல நான் கஷ்டப்பட்டு இதுக்கெல்லாம் போய் கன்ஸ்ட்ரக்ஷனுக்கெல்லாம் போய் படிச்சேன் அப்படிங்கிற மாதிரி சொல்லுவார்ல, இன்ஜினியரிங் படிக்கிறப்போ. அதெல்லாம் எங்க மாம் சொல்லுவாங்க, என்னடா எங்க மாம் சொல்ற மாதிரி இருக்கு, வாசு மாம் சொல்லுவாங்க. அது மாதிரி இருந்துச்சா? சரி ரைட். அதனாலதான் நாங்க வந்து சிரிச்சுக்கிட்டு இருந்தோம். செகண்ட் ஹாஃப் ஆக்சுவலி ஸ்டார்ட் ஆனோடனையும் மீரா ஜாஸ்மின் ஸ்டோரி ஸ்டார்ட் ஆச்சுல, அது வந்து ஒரு 20 மினிட்ஸ் வந்து எனக்கு கொஞ்சம் ஸ்ட்ரெச் ஆன மாதிரி ஃபீல் இருந்துச்சு. அது ஒன்று தான் வந்து, ஏன்னா சடனாக ஃபர்ஸ்ட் ஹாஃப்ல அவ்வளோ பிளாஸ்டாக இருந்துட்டு செகண்ட் ஹாஃப் வந்து நல்லா தான் எடுத்திருந்தாங்க. பட் எனக்கு வந்து அப்படியே டக்குன்னு மெலோடவுன் ஆன மாதிரி இருந்துச்சு. அது இருந்துட்டு ஒன்ஸ் அது வந்து செகண்ட் ஹாஃப் கிளைமேக்ஸ் வந்து செட்டப் பண்ணுறது கரெக்டாக இருந்துச்சு, அந்த டைம் எடுத்துக்கிட்டது. மியூசிக் இளையராஜா தீம்லாம் வந்து சூப்பராக போட்டிருந்தாரு. பட் சாங்ஸ் இண்டிவிஜுவலாக கேட்குறப்ப நல்லா இருந்துச்சு. பட் மூவிக்கு மேட்ச் ஆன மாதிரி எனக்கு ஒன்றும் தெரியல. உங்களுக்கு எப்படி இருந்துச்சுன்னு தெரில. எனக்கு வந்து கொஞ்சம் டிஃப்ரெண்ட்டாக இருந்துச்சு. மூவிக்கும் அதுக்கும் வைபே மேட்ச் ஆகாத மாதிரி ஒரு ஃபீல் இருந்துச்சு. ஆக்சுவலி திலீபேட்டன் வந்து கோ த்ரூ பண்ண எல்லாமே நானும் கோ த்ரூ பண்ண மாதிரி லைஃப்ல அந்த ஸ்டேஜில் இருந்தேன். ஆக்சுவலி ஒரு கிளைமேக்ஸ்ல என்ன ஸ்டேஜில் இருந்தாரோ அதை தாண்டி வந்த மாதிரி எனக்கு ஒரு ஃபீல். அவர் 2 years பேக். எனக்கு முக்கியமா அந்த அரிசி எவ்வளவு தெரியுமா, எண்ணெய் எவ்வளவு தெரியுமா, அதெல்லாம் எனக்கு தெரியும். இல்ல தெரியும். ஆனா வந்துட்டு அதை பார்க்கும் பொழுது இப்படி போய் நம்மளோட சின்னவங்கள்ட்ட போய் நம்ம கேட்டுட்டு இருப்போம்ல, அது மாதிரி இருந்தது. நல்லா இருந்துச்சு. நல்ல ஹியூமன் ரிலேஷன்ஸ் வந்து சூப்பரா எடுத்துட்டு வந்திருந்தாங்க. அந்த ஃபீலிங் எமோட் பண்ணதெல்லாம் வந்து ரொம்ப ஜாலியா இருந்துச்சு, ஃபன்னா இருந்துச்சு பார்க்கறதுக்கு. ரொம்ப வந்து வேர்பல்லி இருக்கிற காமெடியை விட இந்த மாதிரி காமெடிஸ் வந்து நல்லா இருந்துச்சு, அந்த ஒரு ஹியூமன் ரிலேஷன்ஸ் வச்சு பண்றது. நான் திலீபேட்டன் மூவிலே பார்த்த மூவில ஒன் ஆஃப் த மோஸ்ட் மீனிங்ஃபுல் மூவியா அதை நான் பார்க்குறேன். மற்ற மூவிஸ்ல வந்துட்டு இந்த அளவுக்கு ஃபன் எலமெண்ட் ஜாஸ்தி. ஃபன் எலமெண்ட்ஸ் ஜாஸ்தியா இருக்கும். சும்மா ரேண்டமானதா நடந்துகிட்டு இருக்கும், ஜாலியா போகும். வந்து இதோட ஃபன்னான திலீபேட்டன் மூவிஸ்லாம் இருக்கு. பட் இது வந்து ஒரு மீனிங்ஃபுல்லான மூவியா தெரிஞ்சது எனக்கு. மேபி லைஃப்ல யாரோ ஒருத்தருக்கு ரேண்டமா எங்கேயோ ஒரு இடத்துல யூஸ் ஆயிருக்கலாம். அந்த மாதிரியான இதெல்லாம் தான் நிறைய இருந்துச்சு. ஸோ டைரக்டருக்கு குடோஸ், டிரெக்டர்ஸ்க்குலாம் வந்து இது ரைட்டர்ஸ்க்கு எல்லாருமே வந்து நல்ல ஒர்க் பண்ணியிருந்தாங்க. ஸோ இது ஆக்சுவலி காமெடி டிராமா விட காமெடி ஃபீல் குட் அப்படி ஆயிடுச்சு. ஃபீல் குட் ஃபில்மா போச்சு, அதனால நல்லா இருந்துச்சு. எனக்கு கொஞ்சம் ட்ராக் ஆன மாதிரி இருந்தது. இன்னொரு 10-15 மினிட்ஸ் கம்மி பண்ணிருக்கலாம். பட் மற்றபடி வந்து அவங்க அந்த லைஃப்ல எடுத்துக்கிட்ட அந்த ஃபேஸஸ் எல்லாம் கரெக்டா இருந்தது. நிறைய பேருக்கு ஒரு டிஃப்ரெண்ட் ஸ்டோரி, டிஃப்ரெண்ட் டைம் லைன்ல கவர் பண்ண மாதிரி இருந்தது. நல்லா கணபதி சின்ன வயசு, அடுத்து பார்வதி ஒரு இந்த வயசு, அடுத்து திலீபேட்டன் அவங்க அக்கா மாமா, அடுத்து நம்ம இன்னசென்ட், அது அப்புறமேட்டு வயசானவர் தான் மம்மு கோயா ஆக்சுவலி. ஸோ எல்லா லைஃப் டிஃப்ரெண்ட் ஸ்டேஜஸ் வந்து கிராஸ் பண்ணி வந்தது, அதுவுமே சூப்பர் தான். ஸோ ஒரு நல்ல மூவி, ஒரு ஜாலியான மூவி, குட் வாட்ச். ஃபர்ஸ்ட் ஹாஃப்ல நான் வந்து எதையுமே குறைக்க மாட்டேன். ஃபர்ஸ்ட் ஹாஃப் வந்து அப்சல்யூட் பேங்கர், பர்ஃபெக்டா இருந்துச்சு. செகண்ட் ஹாஃப்ல வந்துட்டு மீரா ஜாஸ்மின் அவங்க அப்பாவோட பாண்டிங் மட்டும் ரொம்ப காட்டாம கொஞ்சம் குறைச்சிருக்கலாம். அந்த சாங் வந்து ஆக்சுவலி கொஞ்சம் டிராக் பண்ண மாதிரி இருந்துச்சு. ஆக்சுவலி சாங்ஸ் தான் ரொம்ப ஜாஸ்தியா இருந்துச்சு. நான் 5 பாட்டுக்கு மேல நினைக்கிறேன். அதுதான் கொஞ்சம் ஸ்லோவா ஃபீல் ஆச்சு. சாங் டைமிங்மே வந்து ஒரு 5 மினிட்ஸ் 6 மினிட்ஸ் வந்துருக்கும் போல. அவ்வளவு லென்த் எனக்கு ஃபீல் ஆச்சு, கம்மியா இருந்திருக்கலாம். எனக்கு தெரிஞ்சு படம் ஷார்ட் தான், பாட்டு நிறைய வச்சு நமக்கு ரொம்ப லென்த் ஆன மாதிரி ஆயிடுச்சு. ஏன்னா 5 பாட்டுனா அதுவே 30 மினிட்ஸ் போயிடுது. எஸ். ஓகே. எங்களுக்கு பிடிச்சிருந்தது. உங்களுக்கு வந்து வேற ஏதாவது மூவி பார்க்கணும்னாலும் கமெண்ட் செக்ஷன்ல சொல்லுங்க, பார்த்துடலாம். இந்த மூவில ஜாயின் பண்ணதுக்கு ரொம்ப தேங்க்ஸ். மீண்டும் அடுத்த மூவில சந்திப்போம். நன்றி, வணக்கம்.